ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വർഗീയ ചേരിയുടെ വോട്ട് വാങ്ങി പ്രിയങ്ക ഗാന്ധി ജയിച്ചുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞത് വലിയ വിവാദമാക്കുകയാണ് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ലീഗും അടക്കമുള്ള പാർട്ടി നേതാക്കൾ. എന്താണ് വിജയരാഘവൻ പറഞ്ഞത് ഇത്ര വിവാദമാക്കേണ്ടത് എന്നുള്ള വിഷയം ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പാലക്കാടും ആലപ്പുഴയിലും ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും, ഒപ്പം വയനാട്, തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനങ്ങൾ സമാപിച്ചതും പുതിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തതും അടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ ഈവനിംഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ന് വിജയരാഘവൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഹാലിളകിയ വലതുപക്ഷ നേതാക്കൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ നൽകിയത്. CPMൻ്റെ കൃത്യമായ നിലപാടാണ് എ വിജയരാഘവൻ പറഞ്ഞതെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. പാർട്ടി നയം തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞതെന്ന് PK ശ്രീമതി ടീച്ചറും പറഞ്ഞു. വർഗീയ കക്ഷികളോട് യാതൊരുവിധ വിട്ടുവീഴ്ചയും CPMനില്ല എന്ന് TP രാമകൃഷ്ണനും പറയുകയും ചെയ്തു. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സുനിൽ അരിമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, വളരെ കൃത്യമായി എ വിജയരാഘവൻ എന്ന് പറയുന്ന നേതാവിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള വളരെ കരുതിക്കൂട്ടിയുള്ള ശ്രമം നേരത്തെ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ ഒരിക്കലും തൊടാൻ കഴിയാത്ത വിശുദ്ധ പശുവാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ എന്തോ പറഞ്ഞു, എന്തോ വർഗീയ പരാമർശമാണ് എ വിജയരാഘവൻ നടത്തിയതെന്ന തരത്തിൽ വലിയ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് കൃത്യമായ കണക്കിന് മറുപടി തന്നെ നേതാക്കൾ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ നൽകുകയും ചെയ്തു. എന്താണ് അവർ പറഞ്ഞത്? സിജു, CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിൽ വന്ന കാര്യങ്ങളെയാണ് വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ട് കോൺഗ്രസും ലീഗ് നേതാക്കളും രംഗത്തെത്തിയത്. അതിന് കൃത്യമായ മറുപടിയാണ് CPM സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കളടക്കം ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ വിജയരാഘവൻ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം ആ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന വർഗീയ നിലപാടുകൾ സംബന്ധിച്ച് തന്നെയാണ്. വർഗീയതയോട് സന്ധിപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അത് ദൃശ്യമായതാണ്, വയനാട് തെരഞ്ഞെടുപ്പിൽ അത് ദൃശ്യമായതാണ് എന്ന് തന്നെയാണ് കൃത്യമായി എ വിജയരാഘവൻ പറഞ്ഞത്. മുസ്ലിം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിൻ്റെ ഈ ഒരു കൂട്ടുകെട്ട് സംബന്ധിച്ചാണ് വിജയരാഘവൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇതിനെയാണ് ഇപ്പോൾ എതിർത്തുകൊണ്ട് കോൺഗ്രസ് ലീഗ് നേതാക്കൾ ലീഗിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളുമായി വന്നത്. പക്ഷേ ഇന്ന് വളരെ വ്യക്തമായി എ വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങളെ വളരെ വ്യക്തമായി അത് CPMൻ്റെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്, CPM പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞിട്ടുള്ളത്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. അതിന് പിന്നാലെ തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണനും അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. CPM നേരത്തെ തന്നെ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നും CPMന് ആ നിലപാട് തന്നെയാണ്. വർഗീയതയോട് സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞത്. അത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞതും പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതും അത് ഔദ്യോഗിക നിലപാട് തന്നെ എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടാണ്, കോൺഗ്രസ് സഖ്യകക്ഷികളാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ വർഗീയതയുമായി സന്ധി ചെയ്യുന്ന ലീഗ് നിലപാടിനെയാണ് എ വിജയരാഘവൻ വളരെ വ്യക്തമായി തൻ്റെ പ്രസംഗത്തിലും പരാമർശത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. അത്തരം നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നത്. അത് പല ഇലക്ഷനുകളിലും അത് വ്യക്തമായതാണ്. വളരെ വ്യക്തമായി ആണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ലീഗ്
SDPI ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് എന്നുള്ള തരത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ വർഗീയ പ്രീണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേ അഭിപ്രായം തന്നെ സുനിൽ, ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, വളരെ കൃത്യമാണ് വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർഗീയ ചേരിയുടെ വോട്ട് നേടിയാണ് എന്ന് പറഞ്ഞത് വലിയ വിവാദമാക്കുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ. അതിൽ പ്രധാനികൾ കോൺഗ്രസും ലീഗും തന്നെയാണ്. എന്താണ് വിജയരാഘവൻ പറഞ്ഞത്? ആ വർഗീയ ചേരി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി വളരെ നേരത്തെ തന്നെ CPM പറഞ്ഞ കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും അടക്കം പിന്തുണയോടുകൂടി ലീഗ്, ഒരുപക്ഷെ ലീഗിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന SDPIയും ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ വോട്ട് നേടിയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്ന് പറയുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട്, ഒരാളുടെയും ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന അതേ നിലപാടോടുകൂടി തന്നെ ഉറക്കെ പറയുകയായിരുന്നു വിജയരാഘവൻ. ആ വർഗീയ ചേരി, അതായത് മുസ്ലിം മതത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് വർഗീയ രാഷ്ട്രീയ കച്ചവടം ചെയ്യുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതിനെ വിവാദമാക്കുമ്പോൾ അവർക്കെതിരെ വരുന്ന ചില ആരോപണങ്ങളെ മറയിടാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതല്ലേ ഈ കടന്നാക്രമണം വിജയരാഘവനെതിരെ നടത്തുന്നത്? ഇത് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സിജു. കാരണം ഈ വർഗീയ നിലപാടുകളെ സംബന്ധിച്ച്, വർഗീയ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വെളിപാടുണ്ടായിട്ടല്ല സഖാവ് വിജയരാഘവൻ വയനാട് CPM ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസാരിച്ചത്. ഇത് എത്രയോ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു നിലപാടാണ്. അപ്പൊ പക്ഷേ കോൺഗ്രസ് ഒരുപറ്റം മാധ്യമങ്ങളും നിരന്തരം ശ്രമിക്കുന്നത് LDF, വിശേഷിച്ചും CPIM വർഗീയതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയാലോ നിലപാടുകൾ സ്വീകരിച്ചാലോ അതെല്ലാം മുസ്ലിം വർഗീയതയാണെന്നുണ്ടെങ്കിൽ അത് BJPയെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും അവർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ചില കാര്യങ്ങൾ കാണാതെ ഇരിക്കാനും കഴിയില്ലല്ലോ. അതിലേറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ? രണ്ട് മുന്നണികളാണല്ലോ കേരളത്തിലുള്ളത്, LDFും UDFും. UDFിന്റെ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കൂ. UDFിന്റെ കൺവീനർ, UDFിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, KPCC പ്രസിഡന്റ്. ഇത് കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? KPCC പ്രസിഡന്റ് ഹിന്ദു സമുദായത്തിലെ ഒരു ജാതിയിൽപ്പെട്ടയാളാണെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവായ പ്രതിപക്ഷ നേതാവ് ഹിന്ദു സമുദായത്തിലെ മറ്റൊരു സമുദായത്തിൽ നിന്നുള്ള ആളാണ്, ഹിന്ദു ജാതിയിൽപ്പെട്ട മറ്റൊരാളാണ്. അതേസമയം UDF കൺവീനർ ആകട്ടെ വേറൊരു ന്യൂനപക്ഷ മതക്കാരനുമാണ്. ഇതെക്കാലവും അവർ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. PCC പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി നേതാവും UDF കൺവീനറും വ്യത്യസ്ത മത സാമുദായിക വിഭാഗങ്ങളായിരിക്കണം എന്ന് എത്രയോ കാലമായിട്ട് UDFിൽ ഇക്വേഷനായിട്ട് കിടക്കുന്ന കാര്യമാണ്. LDF പാർട്ടി സെക്രട്ടറി, LDF കൺവീനർ, ഇതാരാണ്? ഇതിനകത്ത് ജാതിയോ മതമോ നോക്കിയാണോ LDF ആരെങ്കിലും നിശ്ചയിക്കുന്നത്? അവിടെ തന്നെ തുടങ്ങുന്ന വ്യത്യാസം. രണ്ട് മുന്നണികൾ തമ്മിലുള്ള മതനിരപേക്ഷമായ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം അവിടെ തുടങ്ങുന്നു. LDF അത്തരം കാഴ്ചപ്പാടേ സ്വീകരിക്കുന്നില്ല. തികച്ചും മതനിരപേക്ഷമായി യോഗ്യതയുള്ള ആൾക്കാരെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അവർ ആ നേതൃസ്ഥാനങ്ങളിൽ താങ്കളുടെ ജോലികൾ ഉത്തരവാദിത്തോടെ നിർവഹിക്കുന്നു. അതാണ് LDFിന്റെ എക്കാലത്തെയും കാഴ്ചപ്പാട്. അതേസമയം UDFിൽ അത് കഴിയില്ല. UDFിൽ കൃത്യമായ ജാതി മത സാമുദായിക വേർതിരിവ് പുലർത്തി പോന്നേ കഴിയൂ. ഇല്ലെന്നുണ്ടെങ്കിൽ കടുത്ത കൂട്ടയടി നടക്കും ആ പാളയത്തിൽ തന്നെ. കോൺഗ്രസ്സില് UDFിലൊക്കെ നടക്കും അത് എത്രയോ കാലമായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സമ്മതിച്ചു തരില്ല UDF നേതാക്കളൊന്നും. മാധ്യമങ്ങൾ സമ്മതിച്ചു തരില്ല, വകവെച്ചു തരില്ല. അതൊക്കെ അങ്ങനെയാണല്ലോ. UDFിൽ കാലാകാലങ്ങളെ അങ്ങനെയാണ്. ഇപ്പോഴെന്തിനാണ് പുതുതായിട്ട് അത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ വസ്തുത അങ്ങനെയല്ല. ഈ LDF തികച്ചും മതനിരപേക്ഷമായി സ്വന്തം നിലപാടുകൾ പറയുക മാത്രമല്ല, നേതൃസ്ഥാനങ്ങളിലേക്ക് ആൾക്കാരെ നിയോഗിക്കുന്നത് പോലും മതനിരപേക്ഷമായി തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറിച്ച് UDFിൽ, കോൺഗ്രസിൽ അത്തരമൊരു സംവിധാനമില്ല, അത് കഴിയുകയുമില്ല. ജാതി മത സാമുദായിക അടിസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ അവിടെ എല്ലാവർക്കും ഏൽപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രപരമായ സത്യം തന്നെയാണ്, നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യവുമാണ്. അതൊരു വശത്ത് കിടക്കുന്നു.
അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ഇത് വിജയരാഘവന്റെ പ്രസ്താവനയെ കൂടെ കണക്കിലെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇതിന്റെ തണലിലാണ്, SDP-യുടെ തണലിലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ 2024 വയനാട് ലോക്സഭാ ഇലക്ഷനിലെ വിജയവും അതിനുശേഷം അദ്ദേഹം രാജിവെച്ച് പ്രിയങ്ക ഗാന്ധി ബൈ ഇലക്ഷനിൽ വിജയിച്ചതും ആ തണലിലാണ്. ലീഗിന്റെ, കോൺഗ്രസിന്റെ, UDF-ന്റെ തണലിൽ SDP-യെ കൊണ്ട് കെട്ടിയിട്ടാണ്, SDP-യുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഇവർ ആ വോട്ടുകൾ കൂടെ ശേഖരിച്ചുകൊണ്ട് വിജയിച്ചത്. ഇത് ആപൽക്കരമായ ഒരു പ്രവണതയാണ്. ഈ പ്രവണതയെ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, DYFIയുടെ 2ാമത് അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ് 84-ൽ. 1980 നവംബർ 1, 2, 3 തീയതികളിലാണ് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് രൂപീകരിക്കപ്പെടുന്നത് DYFI. അത് കഴിഞ്ഞ് 2ാം അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ അന്നൊരു വളരെ രാജ്യവ്യാപകമായ ശ്രദ്ധ നേടിയ ഒരു ഇഷ്യൂ ഉണ്ടായി. EMS വളരെ സജീവമായി ഇടപെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു ഷാബാനോ കേസ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല, അതുകൊണ്ട് പോകുന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹം വളരെ വളരെ പ്രധാനപ്പെട്ട, പിൽക്കാലത്ത് എന്നും പ്രസക്തമായി തന്നെ പ്രസ്താവന നടത്തി. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ നാടിന് ആപത്താണ് എന്നുള്ള നിലയിലേക്ക് ഒരു പുതിയ ചർച്ച തുറന്നു വെക്കുകയും ആ ചർച്ച ഡെവലപ്പ് ചെയ്യുകയും 87-ൽ വർഗീയ നിരപേക്ഷമായ തികച്ചും മതനിരപേക്ഷമായ സർക്കാരിന് കേരളത്തിൽ കളമൊരുങ്ങുകയും ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ആ കാലം മുതലേ ഉണ്ട് ഈ നിലപാട് LDF-ന്, വിശേഷിച്ചും CPIM-ന്. അത് ഇപ്പോ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളെ കണ്ടോ ഭാവിയിലുള്ള ഇലക്ഷനിൽ കണ്ണുവെച്ച് സ്വീകരിക്കുന്ന നിലപാടുകളോ അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തെളിഞ്ഞു കിടക്കുന്ന മുദ്രകളാണ്, മായാത്ത മുദ്രകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്നത്തെ കേരളമായി നിലനിൽക്കുന്നത് തന്നെ. അതിനെ VD സതീശനോ ആരെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചേർന്നോ വർഗീയ വിജയരാഘവൻ എന്ന് വിശേഷിപ്പിച്ചാലൊന്നും തളരുന്നതല്ല ആ പോരാട്ട വീര്യം ഒന്നും തന്നെ. അത് അഭംഗുരം ഒരു നിലപാടിന്റെ ഭാഗമായി തുടരുന്നതാണ്. ആ നിലപാട് എത്രയോ പതിറ്റാണ്ടുകളായി LDF-ഉം CPIM-ഉം മുറുകി പിടിച്ചതുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ശരി സി ജയചന്ദ്രൻ, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയെ കൂടി ചേരുകയാണ്. വസന്ത്, ഇവിടെ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടിയത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയമാണ്. അത് SDP-യുടെയും ജമാഅത്തിൻ്റെയും തണലിൽ ലീഗ് എടുക്കുന്ന വർഗീയ നിലപാടുകൾ, ആ നിലപാടുകൾ, അതായത് അങ്ങനെ തുറന്നു പറയുമ്പോൾ അതൊരു സമുദായത്തിനെതിരെയാണെന്നും വർഗീയതയാണ് വിജയരാഘവൻ പറയുന്നു എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം ഇവിടെ വരുന്നത്. ഏത് കാലഘട്ടത്തിലാണ് ഈ വർഗീയതയുമായി സന്ധി ചെയ്യാതിരുന്നിട്ടുള്ളത് UDF? ഏറ്റവും ഒടുവിലായ തെരഞ്ഞെടുപ്പിൽ വരെ പാലക്കാട് ഉണ്ടായില്ലേ, വയനാട്ടിലുണ്ടായില്ലേ? പാലക്കാട്ട് നിങ്ങൾ ജയിച്ചപ്പോൾ ആദ്യം അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയവരാണ് SDP-I. അതിൻ്റെ അവകാശം അവർ ഏറ്റെടുത്തു. ഇവിടെ വളരെ കൃത്യമായൊരു നിലപാട്, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വളരെ കൃത്യമായൊരു നിലപാട് പറയുമ്പോൾ അതിനെ വളച്ച് തിരിച്ച് ഒടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാകുന്നുണ്ട് വസന്ത്. അങ്ങനെയാണെങ്കിൽ SDP-I ഒരു വർഗീയ പാർട്ടിയാണ് എന്നാണല്ലോ നിങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ നിലപാടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പാലക്കാട് SDP-യുടെ വോട്ട് ഞങ്ങൾ വാങ്ങിയെന്നാണ്. പക്ഷേ SDP-യുടെ വോട്ടല്ല, ഞങ്ങൾക്ക് അവിടെ SDP-യുടെയും BJP-യുടെയും CPM-ന്റെയും CPI-യുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് 3000 വോട്ടിന്റെ മാർജിനിൽ ജയിച്ചിരുന്നിടത്ത് അതിന്റെ 6 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ BJP-ക്കാരുടെ വോട്ട് വേണ്ടി വരും, SDP-യുടെ വേണ്ടി വരും, CPM-ന്റെ വോട്ട് വരും. ബഹുജനങ്ങളുടെ വോട്ടാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. ഇനി SDP-യുടെ വർഗീയ വോട്ട് എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ പത്തനംതിട്ട നഗരസഭയിൽ നിങ്ങൾ SDP-യുടെ കൂടെ ഭരിക്കില്ലേ? അഭിമന്യുവിന്റെ നാട്ടിൽ നിങ്ങൾ, അതായത് അഭിമന്യു കേസിൽ പ്രതിയേർക്കപ്പെട്ട SDP-യുമായി അഭിമന്യുവിന്റെ നാട്ടിൽ CPM ബാന്ധവം ഉണ്ടാക്കിയില്ലേ? കേരളത്തിൽ എത്ര നഗരസഭകൾ, എത്ര പഞ്ചായത്തുകൾ SDP-യെ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്? എന്റെ നാട് കോട്ടയത്ത് ഈരാറ്റുപേട്ടയിൽ ദിവസങ്ങളാണെങ്കിൽ പോലും SDP-യോട് ചേർന്ന് നിങ്ങൾ സന്ധി ചെയ്ത് അധികാരത്തിൽ ഇരുന്നിട്ടില്ലേ? അപ്പൊ അതിനൊന്നും വർഗീയപരമായ എന്തുകൊണ്ടാണ് ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് സാധിക്കാത്തത്? ഞങ്ങൾ കേരളത്തിൽ ഒരിടത്തും, ഞങ്ങൾ ആർജവത്തോടു കൂടി പറയുന്നു, ഒരിടത്തും ഒരു പഞ്ചായത്തിൽ പോലും SDP-ക്കോ BJP-ക്കോ ഒപ്പം ഞങ്ങൾ ദിവസങ്ങൾ പോയിട്ട് മണിക്കൂറുകൾ പോലും ഭരണത്തിൽ ഇരുന്നിട്ടില്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് BJP-ക്കൊപ്പം SDP-ക്കൊപ്പം
എത്രയെത്ര കണക്കുകൾ ഞാൻ പറയണം. ഒരു ഡസനിലേറെ പഞ്ചായത്തുകളിൽ, ഒരു ഡസനിലേറെ നഗരസഭകളിൽ അധികാരം പങ്കിട്ടില്ലേ തിരുവനന്തപുരം ജില്ലയിൽ. അങ്ങിരിക്കുന്ന തിരുവനന്തപുരത്ത് 3 or 4 എടുത്ത് SDPയുടെ സഖ്യത്തിലല്ലേ നിങ്ങൾ ഭരിക്കുന്നത്? SDPയും ജമാഅത്തെ ഇസ്ലാമിയും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തൊട്ട് തീണ്ടാത്ത അല്ല ശ്രീ വസന്ത് പറഞ്ഞതിനകത്ത് തന്നെ പ്രശ്നമുണ്ട്. അതായത് കൃത്യമായ നിലപാടെടുത്തു SDPI, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടനകൾ, ആ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനവും അത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും. പക്ഷേ ആരുടെ വോട്ടും വസന്ത് തന്നെ പറഞ്ഞാണ്, ആരുടെ വോട്ടും സ്വീകരിക്കാം. ഇവിടെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് അത് RSS ആയാലും, RSS ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമായാലും, അതോടൊപ്പം തന്നെ ജമാഅത്ത് ഉയർത്തുന്ന മൗദൂദി നിലപാടുകളായാലും അതിനെ കൃത്യമായി എതിർക്കുക എന്നുള്ളതാണ് CPMൻ്റെ നിലപാട്. ഇവിടെ നിങ്ങൾ പരസ്യമായി വസന്ത് അടക്കം പറയുകയാണ്, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറയുകയാണ്, ഞങ്ങൾ SDPയുടെ വോട്ട് മേടിച്ചുകൊണ്ട് തന്നെ പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആർക്കാണ് പിന്തുണ കൊടുക്കുന്നത്? നിങ്ങൾ ആർക്കാണ് ഒത്താശ പാടുന്നത് എന്നുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ലീഗിനെ തൊട്ടാൽ അത് മുസ്ലിം സമുദായത്തെ തൊടുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വ്യാഖ്യാനം ചമയ്ക്കുന്നത് നിങ്ങളല്ലേ? ഇത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വർഗീയത ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് നിങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. ആ വർഗീയ ചേരിയുടെ വോട്ട് മേടിച്ച് നിങ്ങളാണ് ജയിച്ചതെന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത്. അതിനെ കള്ളക്കണക്കുകൾ കൊണ്ട് അവിടെ ഈരാറ്റുപേട്ടയിൽ SDPയുടെ വോട്ട് വാങ്ങിയല്ലേ നിങ്ങൾ പഞ്ചായത്ത് ഭരിക്കുന്നത് ചോദിച്ചാൽ ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോകരുത് വസന്തേ. അല്ല ശ്രീ സിജു, അങ്ങനെയാണെങ്കിൽ അല്ല, ഈരാറ്റുപേട്ടയിലും ഞാൻ ചോദിച്ചത് ബാലിശമല്ല, കാര്യം വോട്ട് മേടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഈരാറ്റുപേട്ടയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും. അല്ല വസന്തേ, വളരെ നമുക്ക് ഇതിലേക്ക് വരാം. നിങ്ങൾ SDPI, നിങ്ങളെ സംബന്ധിച്ച് SDPയും ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ ഞാൻ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണോ? ആണെന്നാണോ CPMന്റെ നിലപാട്? ആണ് എന്നാണെങ്കിൽ തീർച്ചയായും. അതായത് വസന്ത്, ഇതിൽ വിജയരാഘവൻ പറഞ്ഞ കാര്യം അതിലേക്ക് തന്നെ നമുക്ക് വരാം. എന്താണ് പറഞ്ഞത്? വർഗീയ ചേരി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തു. ഇങ്ങനെ ഒരു കൂട്ടുകെട്ട്, കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI, ഈ കൂട്ടുകെട്ടിൻ്റെ വോട്ട് വാങ്ങൽ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. അത് വർഗീയത തന്നെയാണ്. ഒരു മതത്തിൻ്റെ പേരിൽ, മത സമുദായത്തിൻ്റെ പേരിൽ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ശരിയാണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങേ വിശ്വാസമാണ്. അങ്ങ് കൈരളിയിലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. എനിക്ക് അങ്ങേ വിശ്വാസമാണ്. അങ്ങ് പറയുന്നു CPMന്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പിണറായി വിജയനെ സന്ദർശിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയാൽ, ഞങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര ഹാലിളകുന്നത് എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ, നിങ്ങളെ SDPI പിന്തുണച്ചാൽ അവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്താതെ അങ്ങനെ പിണറായി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഏതായാലും ഈ സോഷ്യൽ മീഡിയയിലടക്കം അത് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലടക്കം നിങ്ങളെടുത്ത് പഴയ ഏതോ ചിത്രങ്ങൾ എടുത്തു വെച്ച് കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ വസന്ത് പറഞ്ഞ താങ്കൾ കേട്ടിട്ടുണ്ടാകണം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയൊക്കെ വോട്ട് ഞങ്ങൾ നേടും, എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് വസന്ത്. ശ്രീ ജയചന്ദ്രൻ, അല്ല, അതിലെന്താണ് പ്രശ്നം എന്ന് പരസ്യമായി ഒരു നിലപാടെടുത്താൽ മതി. കോൺഗ്രസും ലീഗും UDFും അത്രേ ഉള്ളൂ. കേരളത്തിൽ വേണ്ട അത്രേ ഉള്ളൂന്നേ. ഇവിടെ ഈ ന്യൂനപക്ഷ സമുദായങ്ങളിലെ ആൾക്കാരെ പിരികേറ്റി മതരാഷ്ട്രവാദികളുടെ കൂടെ അവരുടെ കൂടാരത്തിൽ കൊണ്ട് തളയ്ക്കാനായിട്ട് ഒരു സെറ്റ് ആൾക്കാർ അരയും തലയും മുറുക്കി കുറെ കാലമായി രംഗത്ത് ഇറങ്ങുന്നത് പരസ്യമായി പറയേണ്ടി വരും. അതാണ് വിജയരാഘവൻ ചെയ്തത്. അത് പറയേണ്ടി വരുമെന്ന്. അത് തെറ്റാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ സമീപനമോ നിലപാടോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം. അപ്പൊ കൂടുതൽ ശക്തമായി തന്നെ വിമർശനം വരികയും ചെയ്യും. ഇപ്പോ വസന്ത് അങ്ങനെ ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കരുതാൻ കഴിയില്ല. അത് ആ നിലപാടില്ലാത്ത ഒരുപാട് ആൾക്കാർ കോൺഗ്രസിലുണ്ട്, ലീഗിലുണ്ട്, UDFിൽ പൊതുവിലുമുണ്ട്. പക്ഷെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രോഡർ മുസ്ലിം കൊയലീഷൻ
വിശാല മുസ്ലിം ഏകോപനം അല്ലെങ്കിൽ സഖ്യം, ഒരു വിശാല മുസ്ലിം സാമുദായിക സഖ്യം എന്നുള്ള നിലയിലാണ് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ, പിന്നെ നമ്മുടെ ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതിനു മുൻപ് മുതൽ കേരളത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം ലീഗിലും സമർത്ഥമായി പ്രയോഗിക്കാൻ അവരാൽ കഴിയുന്നത്ര പ്രഷറെല്ലാം അവർ കൊടുക്കുന്നുണ്ട്, SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ. അതറിയാത്ത ആരുമില്ല. രാഷ്ട്രീയം പഠിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുമുണ്ട്. അപ്പൊ അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും. അല്ലാതെ പിന്നെ ഈ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം അട്ടിപ്പേർ അവകാശം, ഇപ്പൊ ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞ ആ പ്രയോഗം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അട്ടിപ്പേർ അവകാശം ഏതായാലും SDPI-ക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ കണിശമായും ഇല്ല. പിന്നെ ഇപ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ കൂടി നമുക്ക് പരിചയിക്കാം. അനിൽകുമാർ, പക്ഷേ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ഈ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം പറ്റുന്ന RSSനെ എതിർക്കാൻ മുസ്ലിം മതത്തിൻ്റെ മറപറ്റി നിൽക്കുന്ന ത്രിമൂർത്തികളെയും കാസ എന്ന സംഘീയ പ്രസ്ഥാനത്തെ എതിർക്കുന്ന നിലപാടിൻ്റെ ഭാഗമായാണ് 3 വിഭാഗം മതവർഗീയതയുടെ സന്ധിയില്ലാത്ത എതിർപ്പ് CPM ഉയർത്തുന്നുണ്ട്. CPM-ൻ്റെ ഈ നിലപാടിനെ കുറിച്ച് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. അത് തന്നെയാണ് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ പറയുകയും ചെയ്തത്. ഇവിടെ നേരത്തെ താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് അറിയാൻ വയ്യ, കോൺഗ്രസ് പ്രതിനിധി വസന്ത് സിറിയക്ക് പറഞ്ഞത് ഞങ്ങൾ SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വാങ്ങും. തിരിച്ച് മറുചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന പഞ്ചായത്തുകളിൽ SDPI-യോടും ജമാഅത്തെ ഇസ്ലാമിയോടുമൊക്കെ സന്ധി ചേർന്നുകൊണ്ട് ഭരണം കൈയാളുന്നില്ല എന്നുള്ളത് CPM-ൻ്റെ ഒരു പ്രതികരണം താങ്കൾക്ക് പറയാവുന്നതാണ് ഈ കോൺഗ്രസ് വസന്ത് സിറിയക്ക് ഉന്നയിച്ച ആ വിമർശനത്തോട്. കുമാർ, ഏതായാലും ശ്രീ K. അനിൽകുമാറിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഇന്ന് രാവിലെ MV ഗോവിന്ദൻ മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹാലിളകുന്നവർക്ക് കൊടുത്ത മറുപടി ഒന്ന് കേട്ട ശേഷം വീണ്ടും ഡിബേറ്റിലേക്ക് വരാം. മുസ്ലിം സമുദായത്തിലെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമി SDPI. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം. UDF-ഉം ജമാഅത്തെ ഇസ്ലാമും ആണ് എന്നുള്ളത്. അപ്പോൾ UDF എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെയും SDPI-യും ചേർത്ത് നടത്തുകയാണ്. ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും, ഇനിയും എതിർക്കും. ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള RSSനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. അനിൽകുമാർ ഒരിക്കൽ കൂടി അനിൽകുമാർ, നേരത്തെ താങ്കൾ വസന്ത് സിറിയക്ക് പറഞ്ഞത് കേട്ട് കാണുമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഞാനൊന്നുകൂടി താങ്കൾക്ക് വേണ്ടി പറഞ്ഞു കേൾപ്പിക്കും. അതായത് SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം വോട്ട് ഞങ്ങൾ വാങ്ങും. ഇതേ കാര്യം തന്നെയാണ് ഇന്നലെ വിജയരാഘവൻ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. വർഗീയ ചേരിയുടെ വോട്ട് മേടിച്ചാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്, രാഹുൽ ഗാന്ധി ജയിച്ചതെന്നുള്ളത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വിമർശനം, അത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും വിമർശനം ഉയർത്തുമ്പോൾ ആ വിമർശനം ഉയർത്തുന്ന ആളെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന വർഗീയ രാഘവൻ എന്നൊക്കെ തന്നെയാണ് ചില മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹം അവതരിപ്പിച്ച കൃത്യമായ രാഷ്ട്രീയം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം, ഒരു തരത്തിലും വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടാത്ത നിലപാടാണ് CPM-നുള്ളതെന്ന് പറയുമ്പോൾ അതിനെ അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയാണ്. നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ തന്നെ ആരുടെ വോട്ട് ഞങ്ങൾ മേടിക്കും. അതിന് ഒപ്പം ഒരു കാര്യം കൂടെ അദ്ദേഹം ചേർത്തു, CPM പല പഞ്ചായത്തുകളിലും SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയോടെ ഭരിക്കുന്നില്ല എന്ന് കൂടി. കോൺഗ്രസ് നിലപാട് വളരെ കൃത്യമാണ്, ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും സഖ്യകക്ഷി തന്നെയാണ്. UDF കണ്ണടച്ച് പാല് കുടിക്കാമെന്നാണ് കരുതിയത്. രാഹുൽ ഗാന്ധി അതിന്റെ ഗുണഭോക്താവാണ്, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അതിന്റെ ഗുണഭോക്താവാണ്. കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം കൂടിച്ചേർന്ന് UDF-നൊരു സഖ്യമുണ്ടാക്കുകയും അതിനടിസ്ഥാനത്തിൽ LDF-ന് മറികിടക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് കുറച്ചു കാലമായി ഇവിടെ സ്വീകരിക്കപ്പെട്ടു വരുന്നത്.
അത് തുറന്നു കാണിക്കുക എന്നത് CPM-ന്റെ ബാധ്യതയാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെമ്പാടും വേട്ടയാടൽ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ വേട്ടയാടുന്നവരാകട്ടെ ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരാണ്. ആ സംഘപരിവാരത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാടാണ് ഒരു ഭാഗത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് എന്നത് നമ്മൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിലേക്ക് വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യത്തോട് ശക്തമായതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുടെ രീതിയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ടയാടൽ നടത്താൻ BJP കഴിയില്ല. ഇപ്പൊ BJPക്ക് നമ്മുടെ കേരളത്തിനകത്ത് ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആ BJP കടുത്ത മതരാഷ്ട്രീയം തന്നെ പയറ്റുകയും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള വഴി തേടുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. CPM-നെ പരാജയപ്പെടുത്താൻ എല്ലാ വർഗീയ ശക്തികളെയും ഞങ്ങളുടെ ക്യാമ്പിൽ അണിനിരത്താൻ UDF ശ്രമിക്കുന്ന മറുഭാഗത്ത്. 1986-ൽ വിജയവാഡയിൽ ചേർന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയം തന്നെയാണ് സഖാവ് വിജയരാഘവൻ ഇന്നും പറഞ്ഞത് എന്ന് പറയുന്നത്. ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. 86-ല് മുസ്ലിം ലീഗ് ആയിരുന്നു ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദു. അതുകൊണ്ട് ലീഗിനോട് പോലും സഖ്യം പാടില്ല എന്ന് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. ഇപ്പൊ ലീഗ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും ആ മേഖലയിലെ വർഗീയമായ തീവ്രവാദപരമായ ഒരു ശക്തിയായി വളരുകയും ലീഗിന് കീഴിൽ അവരെ ഏകീകരിപ്പിക്കുന്ന പുതിയ രാഷ്ട്രീയം സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ത്രിമൂർത്തികളെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഞങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗിനോട് ബന്ധമില്ല? എന്ത് അയോഗ്യതയാണ് മുസ്ലിം ലീഗിനുള്ളത്? അത് മതരാഷ്ട്രീയമാണ്. BJP കൈകാര്യം ചെയ്യുന്ന മതരാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രീയം ശരി, BJP-യുടെ മതരാഷ്ട്രീയം തെറ്റ് എന്ന നിലപാട് സ്വീകരിച്ചാൽ BJP-ക്ക് ഹിന്ദു മത ജനവിഭാഗങ്ങളിൽ നല്ല പിന്തുണയല്ല സ്വീകരിക്കാൻ കഴിയുക, കിട്ടാൻ കഴിയുക. അതുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗുമായുള്ള ബന്ധം പുനഃപരിശോധിക്കണം. UDF-ന്റെ ഇന്നത്തെ സംവിധാനം ഇതേപടി തുടരുന്നത് RSS-ന് സഹായകരമാണ്, BJP-ക്ക് സഹായകരമാണ്. മുസ്ലിം ലീഗുമായി ചേർന്ന കോൺഗ്രസിന്റെ സഖ്യം ഇവിടെ സഹായിക്കുന്നത് BJP-യെ തന്നെയാണ്. ആ സഖ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ചേർന്ന വിശാല മഴവിൽ സഖ്യമായി വിപുലീകരിക്കുന്ന ഒരു രാഷ്ട്രീയം കണ്ണടച്ച് ആളുകൾ അറിയാതെ രഹസ്യമായി ചെയ്യാമെന്നാണ് രാഹുൽ ഗാന്ധി വിചാരിച്ചത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ലീഗിന്റെ പച്ചപ്പതാക താഴ്ത്തി കെട്ടുക. രാഹുൽ ഗാന്ധി വിജയിച്ചു കഴിയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും SDP-യുടെയും കൊടികൾ പാറിക്കളിക്കുക. ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലും പാലക്കാട്ടിലും. ഇത് ചെയ്യുന്നവർക്കൊരു കുഴപ്പമില്ല, പറയുന്നത് മാത്രമാണ് വർഗീയത, ചൂണ്ടിക്കാണിക്കുന്നതാണ് വർഗീയത, വിമർശിക്കുന്നതാണ് വർഗീയത എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നാട്ടിൽ വില പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് സഖാവ് വിജയരാഘവൻ പറയുന്ന നിലപാട് 1000 തവണ CPM പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയും പറയേണ്ടി വന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ സംഘപരിവാരൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ അതിനെതിരായ പോരാട്ടത്തിനാണ് ഫോക്കസ്. ഇന്നും നമ്മുടെ കേരള സമൂഹത്തെ എല്ലാ വർഗീയ ശക്തികളിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് CPM ഏർപ്പെട്ടിരിക്കുന്നത്. വസന്ത് സിറിയക്ക് അനിൽകുമാർ ചോദിച്ച ചോദ്യം വസന്ത് കേട്ട് കാണുമെന്ന് കരുതുന്നു. അദ്ദേഹം ചോദിച്ച വളരെ ലഘുവായൊരു ചോദ്യം, അതായത് BJP-യും സംഘപരിവാർ ശക്തികളും ഉയർത്തുന്ന RSS ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയം, അതിനെ നിങ്ങൾ നേരിടുന്നത് മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കൂട്ടുപിടിച്ചുകൊണ്ടാണോ? വളരെ ലളിതമായ ചോദ്യത്തിന് വളരെ ലളിതമായ ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വസന്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 10-ലേറെ നഗരസഭകളിൽ ഞങ്ങൾ SDP-യുടെ കൂടെ ഭരിക്കുന്നുണ്ട്. നാളെ തൊട്ട് അവിടെ ഞങ്ങൾ ഭരണം ഒഴിവാക്കുകയാണ്. ഞങ്ങൾക്കത് തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾ ഇതാ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് വിജയരാഘവൻ. വസന്ത, ചോദ്യം ഇതാണ് BJP നിങ്ങളുടെ നേതാക്കൾ കഴിഞ്ഞ തവണ കാണിച്ചതിനെ കുറിച്ച്, അതായത് രാജ്യത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒളിച്ചോടി വന്നതും BJP-യെ ഹിന്ദുത്വവാദികളെ വർഗീയവാദികളെ നേരിടാൻ BJP-യെ നേരിടാൻ കെൽപ്പില്ലാതെ നേരിടാൻ കഴിയാതെ വയനാട്ടിലേക്ക് വന്നതും ഓടി ഒളിച്ചതുമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവിടെ നിങ്ങൾ പറയുമ്പോൾ ഇന്ന പഞ്ചായത്തിലെ ഇന്ന വാർഡിൽ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ എന്ന് സഖ്യമുണ്ടാക്കിയില്ലേ എന്നുള്ള ചോദ്യമല്ല, വളരെ കോൺക്രീറ്റായ ഒരു ചോദ്യമാണ്. BJP ഉയർത്തുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ നിങ്ങൾ ഈ മതരാഷ്ട്രവാദികളെയാണോ കൂട്ടുപിടിക്കുന്നത്? ചോദ്യമാണ്.
ശ്രീ സിജു സുഗതൻ, അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വിചാരത്തിന്റെ ആവശ്യമില്ലേ? നിങ്ങൾക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കാമോ? നിങ്ങൾക്ക് വർഗീയവാദികളുടെ കൂടെ അധികാരം പങ്കിടാമോ? CPM-ന് ഇതിന്റെ ആവശ്യമില്ലേ? പിന്നെ അനിൽകുമാർ പറഞ്ഞത് വിജയവാഡയിലെ സമ്മേളനത്തെ പറ്റിയാണ് 86-ൽ. ആ വിജയവാഡയിലെ സമ്മേളനത്തിന് ശേഷമാണ് സഖാവ് EMS ഞങ്ങൾ കോൺഗ്രസിനെ തോപ്പിക്കാൻ ഏതു ചെകുത്താന്റെയും കൂട്ടുപിടിക്കും എന്ന് പറഞ്ഞതും അന്നത്തെ ജനസംഘം, ഇന്നത്തെ BJP, നിങ്ങളിപ്പോ ഈ പറയുന്ന RSS, ആ RSSന്റെ കൂടെ ഒരുമിച്ച് വേദി പങ്കിട്ട് പിണറായി വിജയനെ നിങ്ങൾ ധർമ്മടത്ത് നിന്ന് ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിടുമ്പോൾ അന്നത്തെ ജനസംഘത്തിന്റെ BJP-യുടെ RSSന്റെ പിന്തുണ നിങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യ ഒട്ടാകെ സാമാന്യ ബോധമുള്ളവർക്കറിയാം RSSനെ, BJP സംഘപരിവാരത്തെ നേരിടുന്നത് കോൺഗ്രസ് ആണ്. അല്ലാതെ ആകപ്പാടെ കേരളത്തിലും ത്രിപുരയുടെ ഒരറ്റത്തും മാത്രമുള്ള CPM-ന് ഈ രാജ്യം മുഴുവൻ പടർന്നു നിൽക്കുന്ന കോൺഗ്രസിനെ പോലൊരു പ്രസ്ഥാനത്തിന് അല്ലാതെ ഞങ്ങളാണ് ഇതാ BJP-യെ അല്ല, വസന്ത് പറഞ്ഞൊരു വിഷയത്തിൽ എനിക്കൊരു ചെറിയ ഇടപെടൽ വേണ്ടി വരുന്നത്. കാരണം ജനസംഘമടക്കമുള്ള കാര്യങ്ങൾ അത് എങ്ങനെ സമരരംഗത്ത് വന്നു എന്നുള്ളത് 1975 അടിയന്തരാവസ്ഥയെക്കുറിച്ചൊന്നും നമ്മൾ ഇനി കൂടുതൽ ചികഞ്ഞ് പോകേണ്ടതായ കാര്യവുമില്ല. ജനസംഘം എങ്ങനെ വന്നു എന്നുള്ളതും അതിന് എങ്ങനെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ കരുതുന്നുണ്ടാകണം. നിങ്ങളുടെ നയങ്ങളോട് യോജിക്കുന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി CPM നിൽക്കുക എന്നുള്ളത്. BJP-യെ നേരിടുക എന്നുള്ളതിന് ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അല്ല നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഉയർത്തുന്നത് വർഗീയതയെ തലോടുന്ന, സമരസപ്പെടുന്ന നിലപാട് തന്നെയാണെന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അത് CPM-ന് വലിയ ബോധ്യമുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ വസന്ത് സിറിയക്ക് പറയുന്നത് പല കാര്യങ്ങൾ വളരെ കൃത്യമായ വലിയൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ ലളിതമെന്ന് പറഞ്ഞെങ്കിലും വലിയൊരു ചോദ്യമാണ് ചോദിച്ചത്. എങ്ങനെയാണ് BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തെ നിങ്ങൾ മതരാഷ്ട്രവാദികളെ തോളിൽ ചേർന്നുകൊണ്ടാണ് നേരിടുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കേരളത്തിലെ 10 പഞ്ചായത്തുകളിൽ നിങ്ങൾ SDP-യുമായി ചേർന്ന് ഭരിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല ഏത് പഞ്ചായത്തിലാണ് ഭരിക്കുന്നുള്ളത്. അങ്ങനെ നിരന്തരം കള്ളങ്ങൾ പറയുന്നു. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള BJP നേതാക്കൾ ഒരു എളുപ്പമില്ലാതെ വന്ന് ചാനലുകളിൽ നിന്ന് കള്ളങ്ങൾ പടച്ചുവിടാറുണ്ട്. വസന്ത് സിറിയക്കും അങ്ങനെ ഒരാളായി തന്നെയാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത്. ജയചന്ദ്രൻ, വാസ്തവത്തിൽ അരി എത്രയാന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നതിന് തുല്യമാണ് വസന്ത് ഇപ്പൊ പറയുന്നത്. കാരണം വസന്ത് ഇപ്പൊ ഉന്നയിച്ച ഈ വ്യാജ ആരോപണങ്ങൾക്ക് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് മറുപടി പറഞ്ഞ് കഴിഞ്ഞതാണ് കേരളീയ പൊതുസമൂഹത്തോട്. അത് മറുപടി പറഞ്ഞ കഴിഞ്ഞ ഒരു കാര്യം പിന്നെയും മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴും മറ്റൊന്നും പറയാനില്ലാതെ എടുത്തു പൊക്കിക്കൊണ്ടുവരുന്നതാണ് ഞാൻ പറഞ്ഞത്. അരി എത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്നത് സമാനമാണെന്നുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദ മാഷ് അന്ന് തന്നെ പറഞ്ഞു, അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ. CPM-നെ സംബന്ധിച്ച് കേരളത്തിലെ അവസാന വാക്ക് സംസ്ഥാന സെക്രട്ടറിയുടേതാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ SDP-യുമായി ഒരു പഞ്ചായത്തിലും മുന്നണിയായിട്ടോ സഖ്യം ചേർന്നോ ജയിച്ച് മത്സരിച്ച് ഭരിക്കുന്നില്ല. ഒരു 1-2 പഞ്ചായത്തുകളിൽ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് അവർ ഏകപക്ഷീയമായി വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അത്തരം പഞ്ചായത്തുകളിൽ രാജിവെച്ച ചരിത്രമാണ് CPIM-നുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദാഹരണങ്ങളും പറഞ്ഞു. അതാണ് SDP-യുള്ള നിലപാടിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. SDP വർഗീയ കക്ഷി തന്നെയാണ്. അവരുമായിട്ട് കൂട്ടുകൂടി സഖ്യം ചേർന്ന് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യവും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആരുടെയും കേരളത്തിൽ വേണ്ടതുമില്ല CPM-നെ സംബന്ധിച്ചോളം. ആ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ അവസാന വാക്ക് അത്തരം കാര്യങ്ങളിൽ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് സിജു. പിന്നെന്തിനാണ് ഇപ്പൊ വസന്ത് പറഞ്ഞ ഒരു പിണറായി വിജയനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ജനസംഘത്തിന്റെയും ജനതാ പാർട്ടിയുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ധർമ്മടവുമായിട്ട് കൂട്ടിക്കിട്ടുന്നത് കേട്ടു. അസംബ്ലി ധർമ്മടം എന്ന് പറഞ്ഞ അസംബ്ലി നിയോജക മണ്ഡലം ഉണ്ടാകുന്നത് തന്നെ 21-ാം നൂറ്റാണ്ടിൽ 2011-ാം ആണ്ടിലാണ്. അതിനു മുമ്പ് അങ്ങനൊരു മണ്ഡലമില്ല. അത് പഴയ എടക്കാട് മണ്ഡലമായിരുന്നു. പഴയ എടക്കാട് മണ്ഡലമാണ് 2011 മുതൽ ധർമ്മടം എന്ന പേര് മാറി വരുന്നത്. അവിടെ ആദ്യത്തെ MLA, ധർമ്മട മണ്ഡലത്തിലെ ആദ്യത്തെ MLA CPIM-ലെ നാരായണനാണ്. അത് കഴിഞ്ഞ് 2016-ലാണ് ധർമ്മട മണ്ഡലത്തിൽ ശ്രീ പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത്. താങ്കൾ ഉദ്ദേശിക്കുന്ന കാലം കൂത്തുപറമ്പിൽ അദ്ദേഹം വിജയിച്ച കാലമായിരിക്കാം, 70-ലെ, പിന്നീട് 77-ല്. അതൊക്കെ അങ്ങനെ തന്നെ പറയണം. അപ്പോ അവിടെ വരുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതിനു മുൻപ് ഇവിടെ
ഒറ്റപ്പാലം ഭാഗത്ത് കോൺഗ്രസ് ജനസംഘവുമായി ചേർന്ന് മത്സരിച്ച ചരിത്രവുമൊക്കെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് ചർച്ചകളിൽ തന്നെ. അതൊക്കെ അവിടെ നിൽക്കുന്നു. എന്തിനാണ് പിണറായി വിജയനെ കൂട്ടിക്കെട്ടുന്ന ധർമ്മടം മണ്ഡലവുമായി ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് പറയേണ്ട കാര്യം വരുമ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസിനെതിരായിരുന്നല്ലോ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷവും. ആ കാലത്ത് ജനസംഘം ജനതാ പാർട്ടി എന്ന പേരിലാണ് പിന്നീട് വന്നത്. ആ ജനതാ പരിവാറിൽ ജനസംഘം മാത്രമല്ല, സോഷ്യലിസ്റ്റുകളുടെ എത്രയോ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, പാർട്ടികൾ ഉണ്ടായിരുന്നു, വ്യക്തികൾ ഉണ്ടായിരുന്നു. അതങ്ങനെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു 77-ലെ ഇന്ദിരാഗാന്ധിക്കെതിരെ വന്നത്. അതുണ്ടായിരുന്നേ, അത് പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് നിന്നത്. അത് ജനസംഘം CPM-ലേക്ക് ചേരുകയല്ല, ജനതാ പരിവാറാണ് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുമായി രാഷ്ട്രീയ സഖ്യവുമായി വന്നത്. അത് സ്വീകരിച്ചിട്ടുണ്ട്, അത് ആരും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അത് എടുത്ത് ഉദ്ധരിക്കുന്നതിൽ എന്ത് രാഷ്ട്രീയ യുക്തിയാണുള്ളത്? അതിനകത്ത് വല്ല രാഷ്ട്രീയ യുക്തിയുണ്ടോ? വസന്തനെ പോലെ ആൾ പറയുമ്പോ അത് ശരിയല്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം, തർക്കം വരുന്നത് എന്താണ്? ഇപ്പോഴത്തെ പ്രശ്നം തന്നെയാണ് തർക്കം. അത് മതരാഷ്ട്രീയവാദികളുമായി, നഗ്നമായ മതരാഷ്ട്രീയവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി. അതിന് ഉദാഹരണം നേരത്തെ തന്നെ CPM നേതാക്കള് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ രാജ്യവ്യാപകമായി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സലീമിന്റെ ജമ്മു കാശ്മീരിലെ വിജയത്തിന്റെ കാര്യം. ആരാണ് അദ്ദേഹത്തെ എതിർക്കാൻ ചെന്നത്? BJP-യും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും ആയിരുന്നു അദ്ദേഹത്തിന് എതിരിട്ടത്, ഇല്ലേ? അദ്ദേഹത്തിന്റെ ഈ ത്രസിപ്പിക്കുന്ന വിജയം എത്ര വോട്ടുകൾക്കായിരുന്നു അറിയില്ലേ? അപ്പൊ അതൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. വസ്തുതകൾ, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നേരെ തിരിച്ചുമാണ്. നമുക്ക് ഈ വസ്തുതകളായി തന്നെ അഡ്രസ് ചെയ്യാം, അങ്ങനെ വിശകലനം ചെയ്യുകയും ചെയ്യാം. അതല്ലേ ശരി. ഈ ജയചന്ദ്രൻ ഇത് പറയുമ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം നമുക്ക് പറയാതെ പോകാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ SDP ജമാഅത്തെ ഇസ്ലാമി ലീഗ് ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം കൊടിപിടിച്ചിറങ്ങിയത്, ബഹളമുണ്ടാക്കി ഇറങ്ങിയത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ്. അതിൽ പറഞ്ഞത് ലീഗിനെ തങ്ങളെന്തോ പറഞ്ഞു എന്ന തരത്തിലേക്ക് വലിയ വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്തു. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് പരാമർശിച്ചു പോകുന്നത് നല്ല കൂടിയായിരിക്കും. ഈ ലീഗിനെ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ കോൺഗ്രസ് വല്ലാതെ അപമാനിച്ച് വിട്ടിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ഒന്ന് വെറുതെ പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ആ ചത്ത കുതിര, നെഹ്റു പറഞ്ഞ ചത്ത കുതിര ഇപ്പോഴും അങ്ങനെ തന്നെ ചത്ത കുതിരയാണെന്ന് കഴിഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ലീഗ് വളരെ കൃത്യമായി SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തണലിൽ നിൽക്കുകയും അവരുമായി സഖ്യം ചേർന്നുകൊണ്ട് കൃത്യമായ ഒരു മതരാഷ്ട്രവാദ, ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല തീർച്ചയായും CPM-നുണ്ട്. അങ്ങനെ നഗ്നമായ ചില കാര്യങ്ങൾ വിളിച്ചു പറയും, കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കും. അതിനെ ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി മറുപടി പറയുകയാണ് വസന്ത വേണ്ടത്. അല്ലാതെ ഇത്തരം നുണകൾ കൊണ്ടുവന്ന് ഈരാറ്റുപേട്ട പഞ്ചായത്തിലെ 12-ാം വാർഡിൽ SDP-യുമായി നിങ്ങൾ സഖ്യം ഉണ്ടാക്കിയില്ലേ, ഭരണം പങ്കുവച്ചില്ല എന്നൊക്കെ ചോദ്യങ്ങൾ അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ MJ ചന്ദ്രൻ നൽകുകയും ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, കൃത്യമായ കേരള സമൂഹം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉയർത്തുന്ന ഈ നിലപാട് വർഗീയ രാഷ്ട്രീയത്തെ നിങ്ങൾ ഇങ്ങനെയാണോ, മറ്റൊരു മതരാഷ്ട്രവാദം കൊണ്ട്, മറ്റൊരു വർഗീയത കണ്ട് തന്നെയാണോ ചെറുക്കുന്നത്? ആ ചോദ്യത്തിന് നിങ്ങൾ ഷാർപ്പായി മറുപടി പറയൂ വസന്തേ. വളച്ചൊടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരിക്കലും SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ഞങ്ങൾ മേടിച്ചു, ഞങ്ങൾ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടുന്നത് ബഹുജനങ്ങളുടെ വോട്ടാണ്. സ്വാഭാവികമായും കോൺഗ്രസിനെ പോലെ ഇത്ര വലിയ ജനാധിപത്യ പാർട്ടി, ഒരു കേഡർ സിസ്റ്റത്തിലല്ലാത്ത പാർട്ടി, ആ പാർട്ടി എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷ വെക്കുന്നതും ഡിപ്പെൻഡ് ചെയ്യുന്നതും ബഹുജനങ്ങളുടെ വോട്ടാണ്. ആ ബഹുജനങ്ങളിൽ CPM-കാരുണ്ട്, BJP-ക്കാരുണ്ട്, SDP-ക്കാരുണ്ട്. അവർ നമുക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇവർ നാളെ CPM-ന്റെ നേതൃത്വത്തിൽ കുറെ പേർ പറയുന്നു, ഞങ്ങളിതാ ഈ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ മടുത്തു, ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോയി കൈ കെട്ടിയിടാൻ പറ്റുമോ, വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റുമോ? അപ്പം SDP ചിലപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്ത് കാണും. SDP നോക്കുമ്പോൾ അവിടെ 2-ാം സ്ഥാനത്ത് BJP നിൽക്കുന്നു, 1-ാം സ്ഥാനത്ത് പാലക്കാട് UDF ആണ് എന്ന് അവർ വിലയിരുത്തുന്നു. BJP എതിർക്കാൻ UDF-ന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വസന്ത് പറഞ്ഞ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഈ നിലപാടുകളിലെ വെള്ളം ചേർക്കൽ, പ്രത്യയശാസ്ത്ര നിലപാടുകളുടെ ആ വെള്ളം ചേർക്കലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഈ അധപതനത്തിൽ കൊണ്ടെത്തിച്ച്. താങ്കൾ നേരത്തെ പറഞ്ഞ ആ ബഹുജന പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ വളരെ ലിബറലായ പാർട്ടി ആയതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ
1984 പാർലമെൻറ്റിൽ 2 എംപിമാർ മാത്രമുണ്ടായിരുന്ന ബി ജെ പി ജനസംഘത്തിൽ നിന്ന് ബി ജെ പിക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണ 300-ലേറെ സീറ്റുകൾ, അതിൽ ഭൂരിപക്ഷവും നിങ്ങളുടെ എംപിമാരെ സംഭാവന ചെയ്തത് ഈ ലിബറൽ സ്വഭാവമുള്ളത് കൊണ്ടായിരിക്കാം, ഈ ബഹുജന പാർട്ടി ആയതുകൊണ്ടായിരിക്കും. ശ്രീ സിജു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. SDPയുടെയും ജമാഅത്തിന്റെ വോട്ട് വേണ്ട എന്ന് CPM പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് വസന്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിലവിൽ നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് നിന്ന് രാജിവെച്ച് പുറത്തു പോകണേ. അധികാരം പങ്കിടുകയാണ് വസന്ത്. നിങ്ങൾ നേരത്തെ അധികാരം പങ്കിടുന്നിടത്തുനിന്ന് വസന്ത് ജയചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഇത്ര അരി എത്ര പയറഞ്ഞാഴി എന്നല്ല, അതിനേക്കാൾ കൂടി കടന്നൊരു പദം, അതായത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കാട്ടുക എന്ന് പറയുന്ന പരിപാടി, അതാണ് വസന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ലതാണ്. നിങ്ങൾക്ക് നിയമസഭയിൽ ഒരു നിലപാട്, ലോക്സഭയിൽ മറ്റൊരു നിലപാട്, നഗരസഭയിൽ വേറൊരു നിലപാട് എന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 നിലപാടുകളുണ്ട് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഞങ്ങൾക്കൊരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ടതാണ്. പിന്നെ ബഹുജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾക്കിപ്പോൾ RSSകാർ അല്ലെങ്കിൽ BJPക്കാർ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയാൽ ഞങ്ങൾക്ക് അവരെ ആരെയും നിങ്ങൾ വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞത് വർഗീയവാദികളുടെ മനസ്സിൽ വർഗീയത വെക്കുന്ന ഒരാളുടെയും വോട്ട് വേണ്ട എന്ന് കൃത്യമായി അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടവും ആ അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി SDP ഒക്കെ വർഗീയത ഇല്ലാത്ത പാർട്ടികളാണ്, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പാർട്ടികളല്ല എന്ന് കൂടിയാണ് വസന്ത് പറയുന്നത്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് RSS പെടും, അതിനകത്ത് SDPI വിടും. അല്ലാതെ ഞങ്ങൾ ഇനിയിപ്പം ഒരു കോളം തിരിച്ചിടാ ഇത്ര വർഗീയ പാർട്ടികളുണ്ട്, കോൺഗ്രസിന്റെ നിഗമനത്തിൽ ഇന്നതൊക്കെ വർഗീയ പാർട്ടികളാണ്, ഇവരുടെ ആരുടെ വോട്ട് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്കൊരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വളരെ ശ്രീ MJ പറഞ്ഞത് എനിക്ക് കേൾക്കാൻ പറ്റില്ല, എങ്കിൽ പോലും MJയോട് ഞാൻ പറയാണ്, MJ ഞങ്ങൾ വളരെ ആർജവത്തോടെ അഭിമാനത്തോടെ പറയാണ്, ഞങ്ങളൊരു പഞ്ചായത്തിൽ പോലും ഈ വർഗീയ കക്ഷികൾ ആരും ചേർന്നിട്ടില്ല, പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഞങ്ങൾ ചേർന്നിട്ടില്ല. നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്തു എന്ന്. ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്ത് കാണും. ഏതായാലും വസന്ത് ഈ ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായി സമയം പരിമിതിയുണ്ട്. ഏതായാലും CM ജയചന്ദ്രൻ, താങ്കൾക്ക് ആ വസന്ത് സിറിയക്ക് പറഞ്ഞതിനോട്, കാരണം ആദ്യം പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്കൊരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന തരത്തിലേക്ക് ചർച്ചയ്ക്കൊടുവിൽ വരുമ്പോൾ വസന്ത് നിലപാട് മാറ്റുന്നതും കണ്ടു. അതായത് ആരുടെ വോട്ട് തന്നാലും ഒരു ബഹുജന പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നുള്ളൊരു നിസ്സഹായമായൊരു ചോദ്യം. ആ നിസ്സഹായമായ ചോദ്യമല്ല, അതൊരു തരം കൃത്യമായ തന്ത്രപരമായ നിലപാടാണെന്നുള്ളത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടും മനസ്സിലാക്കിയവർക്ക് മനസ്സിലാക്കാനും കഴിയും. ശ്രീ ജയചന്ദ്രൻ, വളരെ ചുരുക്കിയ വാക്കുകൾ എന്താണ് വസന്തിന് കൊടുക്കാനുള്ള ഒരു മറുപടി? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സമസ്യ തന്നെയുണ്ട്. അത് പ്രതിസന്ധിയിലേക്കാണ് വളരുന്നതും. അത് പ്രശ്നം മറ്റൊന്നുമല്ല, ഈ മുസ്ലിം ഏകോപനം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ബ്രോഡർ മുസ്ലിം കൊയലീഷൻ എന്നുള്ള നിലയിൽ വിശാലമായ മുസ്ലിം സഖ്യം രൂപപ്പെടുത്താനായി ഈ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിക്കുകയും മുസ്ലിം ലീഗിന് അതിന് വിധേയപ്പെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. ആ സാഹചര്യം തന്നെയാണ് പിന്നെ പാലക്കാട് ബൈ ഇലക്ഷനിൽ കണ്ടത്, വയനാട് ബൈ ഇലക്ഷനിലും കണ്ടത്, ഒരു സംശയവുമില്ല. പിന്നെ അത് തുടരുകയുമാണ്. ആ തുടർച്ചയ്ക്ക് കോൺഗ്രസിനൊന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം കോൺഗ്രസിൽ ഒരു വിഭാഗം, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ, ഇപ്പൊ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രതിപക്ഷ ശിഷ്യന്മാരാണല്ലോ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന ഒരു സംഘം ഇതിനെ വിധേയപ്പെട്ടിരിക്കുകയാണ്. ലീഗിലെ ഒരു സംഘവും കോൺഗ്രസിലെ പ്രബല നേതൃത്വവും അതിന് വിധേയപ്പെട്ടിരിക്കുകയുമാണ്. അവിടെയാണ് ചെന്നിത്തലയുടെ പുതിയ എൻട്രി വരുന്നത്. ഇതിനെതിരായിട്ടുള്ള എൻട്രി തന്നെയാണ് ഇത് വാസ്തവത്തിൽ നടക്കുന്നത്. അതിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാനുള്ളത് കാത്തിരുന്ന് കണ്ടോളൂ. അത് ചെറുതായി തീരില്ല എന്നുള്ള സൂചനകളാണ് തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നത്. താങ്കൾ പറഞ്ഞതാണ്, കാരണം അത് വേറൊരു ദിവസം വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ അത് ആസൂത്രിതമായി നടക്കുന്ന ശ്രമങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചെന്നിത്തല കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു, VD സതീശനെതിരെ നിലപാടുകൾ വരുന്നു. ഏതായാലും കോൺഗ്രസിനുള്ളിൽ വലിയ ഒരു അടി വരാനിരിക്കുന്ന നാളുകളാണ് ഇനി നമുക്ക് കാണാനിരിക്കുന്നത്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ MJ ചന്ദ്രൻ, വസന്ത് സിറിയക്ക്, അഡ്വക്കേറ്റ് KL കുമാർ.